അധ്യായം 2. മിസ്റ്റർ ഹസ്ബൻഡ്. സിദ്ധാർത്ഥ നീലിമയെ നോക്കി നിന്നു. നാക്കിനെല്ലില്ലെന്ന് വെച്ച് എന്ത് വിളിച്ച് പറയരുത്. നീലിമ അവനോട് പറഞ്ഞു. നിങ്ങൾക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ബോഡിഗാർഡ് ചോദിച്ചു. ഇല്ല, മനസ്സിലാവില്ല. ആദ്യം തന്റെ മുതലാളിയെ മര്യാദ പഠിപ്പിക്കാൻ നോക്ക്. എത്ര വലിയ ആളായിട്ടും കാര്യമില്ല. മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാൻ ഇയാൾക്ക് അറിയില്ല. നീലിമ അതും പറഞ്ഞ് അശ്വിനെയും എടുത്ത് തന്റെ സീറ്റിൽ പോയിരുന്നു. സിദ്ധാർത്ഥ് അവൾ പോകുന്നത് നോക്കി ഒന്നും മിണ്ടാതെ നിന്നു. സീറ്റിലെത്തി അവൾ അശ്വിനെ എടുത്ത് അരികിലെത്തി. അച്ചോട്ടൻ പേടിച്ചു പോയോ? അശ്വിൻ തല താഴ്ത്തി ഒന്ന് മൂളി. നീലിമ മകനെ തന്നോട് ചേർത്ത് പിടിച്ച ശേഷം പറഞ്ഞു. അയ്യേ, അമ്മയുടെ അച്ഛൻ നല്ല ധൈര്യമുള്ള കുട്ടിയല്ലേ, ഇതിനൊക്കെ പേടിക്കാമോ? നീലിമ പറഞ്ഞത് കേട്ട് അശ്വിൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അല്ല, മോൻ എന്തിനാ അയാളെ ഡാഡിന്ന് വിളിച്ചത്? എനിക്ക് അതെന്റെ ഡാഡിയാണെന്ന് തോന്നി. അവന്റെ നിഷ്കളങ്കമായ മുഖം കണ്ട് നീലിമയ്ക്ക് വിഷമം തോന്നി. ആ കുഞ്ഞിനോട് തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നവൾ ആലോചിച്ചു. ഒന്നും മിണ്ടാതെ അവൾ അവനെ ചേർത്ത് പിടിച്ചു. അശ്വിൻ മെല്ലെ മയങ്ങി. അവളും അവനോട് ചേർന്നിരുന്ന് കണ്ണുകൾ അടച്ചു. ഫ്ലൈറ്റ് കൊച്ചിയിലെത്തി. എയർപോർട്ടിൽ ചെന്നിറങ്ങി അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം അശ്വിനും നീലിമയും പുറത്തേക്ക് ഇറങ്ങി. അശ്വിനെ ഒരു കടയുടെ മുന്നിൽ നിർത്തി ഒരു ടാക്സി വിളിക്കാനായി നീലിമ അല്പം മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് ആരോ വന്ന ദേഹത്ത് മുട്ടി. നീലിമ തിരിഞ്ഞു നോക്കി. പിന്നിൽ അഞ്ജലിയും ആദ്യം നിൽക്കുന്നുണ്ടായിരുന്നു. ചേച്ചി, അഞ്ജലി വിളിച്ചു. നീലിമ മറുപടി പറഞ്ഞില്ല. വന്നിറങ്ങിയപ്പോൾ തന്നെ അവരെ രണ്ടുപേരെയും കാണേണ്ടി വന്നതിൽ അവൾക്ക് നിരാശ തോന്നി. പ്രത്യേകിച്ചും ആദിയുടെ കയ്യിൽ തൂങ്ങിയുള്ള അഞ്ജലിയുടെ നിൽപ്പ് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യവും വന്നു. ചേച്ചി വരുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ അല്ലേ ആദി? ആദ്യം മറുപടി പറയാതെ നീലിമയൊന്ന് നോക്കുക മാത്രം ചെയ്തു. അപ്പോൾ അഞ്ജലി അവന്റെ കൈകളിൽ ഒന്നുകൂടി മുറുക്കെ പിടിച്ചു. നീലിമ കാണാൻ തന്നെയായിരുന്നു അവൾ അത് ചെയ്തത്. എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെയൊക്കെ ഞാനോട് പറഞ്ഞിട്ടില്ല, നീലിമ പറഞ്ഞു. അവൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നുവെന്ന് അഞ്ജലിക്കും ആദിക്കും തോന്നി. വേഷത്തിലും സംസാരത്തിലും ഒക്കെ ആ മാറ്റം പ്രകടമാണ്. ചേച്ചി എന്തെങ്കിലും അന്യരോട് പെരുമാറുന്ന പോലെ? അഞ്ജലി വീണ്ടും ചോദിച്ചു. അന്യരായതുകൊണ്ട് തന്നെ. നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലിയും ആദ്യം പരസ്പരം നോക്കി. അവളെ പഴയതുപോലെ തളർത്താൻ സാധിക്കില്ല എന്നവർക്ക് മനസ്സിലായി. പെട്ടെന്ന് പിന്നിൽ നിന്ന് അശ്വിൻ വിളിച്ചു. അമ്മ. അഞ്ജലിയും ആദ്യം അവനെ കണ്ട് അമ്പരന്ന് പോയി. കാരണം അവർക്കറിയാവുന്ന നീലിമ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ കുട്ടി? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അഞ്ജലി നീലിമയോട് ചോദിച്ചു. അല്ല ചേച്ചി, ഈ കുട്ടി ഏതാ? എന്റെ മകനാണ്. നീലിമ അശ്വിന്റെ കുഞ്ഞു കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവരൊക്കെ ആരമ്മ? അശ്വിൻ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. നീലിമ അതിന് മറുപടി പറയാതെ അവനെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി. എന്നാലും ചേച്ചി, ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയി. ചേച്ചി കല്യാണം കഴിച്ച കാര്യം എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. ഞാൻ ചേച്ചിയെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. അഞ്ജലി അല്പം സങ്കടം ആവശ്യത്തോട് പറഞ്ഞു. അതെ, കൂടുതൽ അഭിനയിക്കണ്ട. നിനക്ക് കിട്ടാനുള്ളൊക്കെ കിട്ടിയല്ലോ, ഇനി എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. നീലിമ ആദ്യം അഞ്ജലിയും നോക്കി. ചേച്ചി എന്നെ മുനവച്ച് സംസാരിക്കുന്നത്? അഞ്ജലി പരിഭവിച്ചു. അത് കേട്ട് ആദ്യം അവളെ തടഞ്ഞു. അഞ്ജലി, മതി. നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന്. നിനക്കായിരുന്നല്ലോ ചേച്ചിയെ കാണാൻ നിർബന്ധം. ഇപ്പൊ മതിയായില്ലേ? ചേച്ചിയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ആദ്യം ഞാൻ അങ്ങനെ പറഞ്ഞത്. അഞ്ജലി സ്നേഹം നടിച്ചു പറഞ്ഞു. നീലിമ അപ്പോഴും അവളെ രൂക്ഷമായി നോക്കുകയായിരുന്നു. എന്തായാലും കൊള്ളാം, വിവാഹം കഴിയാതെ ഇവിടെ നിന്ന് പോയതിന്റെ ചേച്ചി ഒരു കൊച്ചിനെയും കൊണ്ട് വന്നിരിക്കുന്നു. ഇവന്റെ തന്തയാരാണെന്ന് ആർക്കറിയാം? ആദ്യം പറഞ്ഞത് കേട്ട് നീലിമ ആദ്യ ദേഷ്യത്തോടെ നോക്കി. എന്താടി, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ലേ പറ, ആരെ അവന്റെ തന്ത? നീലിമയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അശ്വിൻ ഇതെല്ലാം കേട്ട് പേടിച്ചു നിൽക്കുകയാണ്. ആദ്യം തുടർന്നു. ഞാൻ പറഞ്ഞില്ല അഞ്ജലി, ഇവന്റെ തന്തയാരാണെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അതാ മിണ്ടാത്തത്. ഇവൾക്കൊക്കെ പേര് വേറെയാ. ആദ്യം പറഞ്ഞു നിർത്തിയതും നീലിമയുടെ കൈകൾ ശക്തിയായി ആദ്യയുടെ കവിളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. അതവൻ തീരെ പ്രതീക്ഷിച്ചതല്ല. കണ്ണിൽ നിന്ന് പൊന്നിച്ച പറക്കുന്നത് ആദ്യം ശരിക്കും അനുഭവിച്ചു. ഇത് കണ്ട് അഞ്ജലി നീലിമയുടെ മുന്നിലേക്ക് വന്ന് അവളെ തടയാൻ ശ്രമിച്ചു. ചേച്ചി എന്തേ കാണിച്ചത്? വിളിച്ചോണ്ട് പോടിയവനെ. മേലെ എന്റെ മുന്നിൽ കണ്ടുപോയിരുന്നു. നീലിമ അഞ്ജലി തള്ളി മാറ്റിക്കൊണ്ട് ആദ്യയുടെ മുന്നിലേക്ക് വന്നു. ഇവന്റെ അച്ഛനാരെന്നൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്തായാലും നിന്നെപ്പോലെ ഒരാളെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നില്ലല്ലോ, ഭാഗ്യം. അത് കേട്ട് ആദിക്ക് അഭിമാനം നഷ്ടപ്പെട്ട പോലെ തോന്നി. അവൻ നീലിമയെ അടിക്കാനായി കൈ ഉയർത്തി. അപ്പോൾ അശ്വിൻ അവന്റെ മുന്നിൽ കയറി നിന്നു. അങ്കിൾ പ്ലീസ്, തല്ലല്ലേ, എന്റെ അമ്മ പാവ. ഇത് കേട്ട് ആദ്യയുടെ ദേഷ്യം കൂടി വന്നതേ ഉള്ളൂ. മാറി നിൽക്കളേക്ക. ആദ്യ അശ്വിനെ പിടിച്ച് ആഞ്ഞു തള്ളി. അവൻ നിലത്തേക്ക് തെറിച്ചു. നീലിമ അത് കണ്ട് ഭയന്നു പോയി. പക്ഷെ വീഴും മുൻപേ രണ്ട് കൈകൾ അവനെ താങ്ങിയിരുന്നു. നീലിമ അയാളെ നോക്കി. അത് സിദ്ധാർത്ഥായിരുന്നു. അയാളെ കണ്ടപ്പോൾ തന്നെ അശ്വിൻ ഉത്സാഹത്തോടെ പുഞ്ചിരിച്ചു. ഡാഡി, ഈ അങ്കിൾ എന്നെ തള്ളിയിട്ടത്. അവന്റെ കുഞ്ഞു മുഖവും ഡാഡി എന്ന വിളിയും കേട്ടപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും വല്ലാതെയായി. പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ആ കുഞ്ഞിനോട് ഞാൻ നിന്റെ ഡാഡിയല്ല എന്ന് വീണ്ടും പറയാൻ അവൻ അപ്പോൾ കഴിഞ്ഞില്ല. അവൻ അശ്വിനെ എടുത്തുകൊണ്ട് നീലിമയ്ക്ക് അടുത്തേക്ക് വന്നു. എന്റെ മോനെ തല്ലാനുള്ള ധൈര്യം ഇവിടെ ആർക്കാണ്? സിദ്ധാർത്ഥ് ആദ്യം നോക്കി ചോദിച്ചു. ആദ്യം എന്തോ പറയാൻ ഒരുങ്ങിയപ്പോൾ അഞ്ജലി തടഞ്ഞു. സിദ്ധാർത്ഥ് ചെറിയ പുള്ളിയൊന്നുമല്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. കാരണം അവന്റെ കൂടെ വന്ന രണ്ട് ബോഡിഗാർഡുകൾ സാഹചര്യം വീഴ്ചകൊണ്ട് അല്പം മാറി നിൽക്കുന്നത് അഞ്ജലി കണ്ടതാണ്. അവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ട എന്ന് ആദ്യം തോന്നി. സിദ്ധാർത്ഥ് നീലിമയെ നോക്കി ചോദിച്ചു. നിന്നോട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാനല്ല പറഞ്ഞത്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? സിദ്ധാർത്ഥിന്റെ പെരുമാറ്റം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ നീലിമ. കുറച്ചു മുൻപേ ഫ്ലൈറ്റിൽ വെച്ച് കണ്ട ആൾ തന്നെയാണോ ഇതെന്ന് അവൾക്ക് സംശയം തോന്നി. എന്തായാലും സിദ്ധാർത്ഥ് അശ്വിന്റെ അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അഞ്ജലിയും ഞെട്ടുന്നത് നീലിമ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തൽക്കാലം ആ നാടകം തുടരാൻ തന്നെ അവൾ തീരുമാനിച്ചു. സോറി ഏട്ടാ, ഓന് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വന്നതാ. അത് കേട്ട് സിദ്ധാർത്ഥ് ഇവൾ എന്നേക്കാൾ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചു. അല്ലെങ്കിൽ പറഞ്ഞ കേൾക്കുന്ന ശീലം പണ്ടേ എന്റെ ഭാര്യയ്ക്കില്ലല്ലോ. അല്ല, ആരെവരൊക്കെ? അതൊക്കെ പിന്നെ പറയാം, നമുക്ക് പോവാട്ടോ. നീലിമ സിദ്ധാർത്ഥിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു. അശ്വിനെ അവളുടെ കൈകളിൽ ഏൽപ്പിച്ച ശേഷം സിദ്ധാർത്ഥ് ആദിക്ക് നേരെ തിരിഞ്ഞു നിന്നു.
ആരാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ നടന്നത് ഞാനങ്ങ് മറക്കുക. പക്ഷേ ഇവളുടെയും എന്റെ കുഞ്ഞിന്റെ അടുത്ത് പോലും ഇനി വന്നേക്കരുത്. വന്ന ജീവനോടെ പോകല്ലേ. നീലിമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് കാറിനടുത്തേക്ക് നടന്നു. സിദ്ധാർത്ഥിനോട് ചേർന്ന് നീലിമ നടന്നു പോകുന്നത് ആദ്യക്ക് തീരെ ഇഷ്ടമായില്ല. പക്ഷേ അഞ്ജലി ഒപ്പമുള്ളത് കൊണ്ട് അവനത് തുറന്ന് പറയാനും സാധിച്ചില്ല. ആദ്യ പോലെ ഇത്ര മോശം സ്വഭാവമുള്ള ഒരാളെയാണല്ലോ താൻ പണ്ട് സ്നേഹിച്ചിരുന്നതെന്ന് നീലിമ ചിന്തിച്ചു പോയി. എന്തായാലും തന്നെ സഹായിക്കാൻ വന്ന സിദ്ധാർത്ഥ് നല്ലവനാണ് എന്നവൾക്ക് തോന്നി. നീലിമ സിദ്ധാർത്ഥിനൊപ്പം കാറിൽ കയറി. സിദ്ധാർത്ഥിന്റെ ലിമിറ്റഡ് എഡിഷൻ കാർ എയർപോർട്ടിൽ നിന്ന് ഒഴുകി നീങ്ങുന്നത് നോക്കി അഞ്ജലി തരിച്ചു നിന്നു. എന്റെ ദൈവമേ, ഇവൾക്ക് മാത്രമേ എപ്പോഴും കിടിലൻ ചെക്കന്മാരാളെ കിട്ടുന്നത്. നാശം. നിന്നെ അങ്ങനെ സന്തോഷിക്കാൻ ഞാൻ വീട്ടിലെടി, അവൾ മനസ്സിൽ പറഞ്ഞു. കാറിൽ സിദ്ധാർത്ഥിന്റെ അരികിൽ ഇരിക്കുകയാണ് നീലിമ. അവന്റെ കൈ അപ്പോഴും അവളെ പിടിച്ചിരുന്നു. അശ്വിൻ നീലിമയുടെ അരികിലിരിക്കുന്നു. എന്താ മാഡം, എന്റെ കൈവിടാൻ ഉദ്ദേശമല്ലേ? അപ്പോഴാണ് നീലിമ അത് ശ്രദ്ധിക്കുന്നത്. ഷോക്ക് അടിച്ചതുപോലെ അവൾ അവന്റെ കൈ വിട്ടു. സോറി, ഞാൻ അറിയാതെ. എന്തായാലും നിങ്ങൾ എനിക്ക് വലിയൊരു ഹെൽപ്പാ ചെയ്തേ. താങ്ക്സ്, നീലിമ പറഞ്ഞു. അതെ ഡാഡി, ഡാഡി വന്നപ്പോ അവരൊക്കെ പേടിച്ചുപോയി. അശ്വിൻ കുസൃതിയോട് പറഞ്ഞു. അച്ചു, അതേ നിന്റെ ഡാഡി അല്ലെന്ന് അമ്മ പറഞ്ഞതല്ലേ? മോന്റെ അങ്കിളാ അത്. അങ്കിൾ അല്ല, എന്റെ ഡാഡി തന്നെയാ. അശ്വിൻ ദേഷ്യത്തോടെ നെറ്റിച്ചൊളിച്ചു. ഇത്രയും കേട്ടിട്ടും സിദ്ധാർത്ഥ് ഒന്നും പറഞ്ഞില്ല. അമ്മയുടെ അച്ഛൻ നല്ല കുട്ടിയല്ലേ, അമ്മ പറയുന്നത് കേൾക്കണം. ഈ അങ്കിള് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. ഡാഡി എന്നൊക്കെ വിളിച്ച് അങ്കിളിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയാണോ? അതെന്താ ശരിയല്ലാത്ത? ഇതെന്റെ ഡാഡിയാ അല്ലേ ഡാഡി? അശ്വിൻ സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചു. അയാൾ മറുപടി പറഞ്ഞില്ല. അച്ചു, ഞാൻ പറഞ്ഞ കേൾക്കില്ലേ നീ? അങ്ങനെ എന്നെ വിളിക്കരുത്, നീലിമ ശാസനയോട് പറഞ്ഞു. അശ്വിന്റെ മുഖം വാടി. അവൻ സൈഡ് ഗ്ലാസ് വഴി പുറത്തേക്ക് നോക്കിയിരുന്നു. അത് കണ്ട് നീലിമയ്ക്ക് സങ്കടമായി. അവൾ അവന്റെ കവിളിൽ തടവിക്കൊണ്ട് പറഞ്ഞു. അച്ചു, ഈ അങ്കിൾ നല്ല ആളായത് കൊണ്ടല്ലേ നമ്മളെ സഹായിക്കാൻ വന്നേ. അപ്പൊ നീ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അതെ, താൻ വിചാരിക്കുന്ന പോലെയുള്ള ആളൊന്നും അല്ല ഞാൻ. ഈ കുഞ്ഞിനോട് കുറച്ച് മോശമായി പെരുമാറിപ്പോയി എന്ന് തോന്നിയത് കൊണ്ടാണ് ഹെൽപ്പ് ചെയ്ത്, അല്ലാതെ നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നും അല്ല. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. സിദ്ധാർത്ഥ് തുടർന്നു. അല്ലെങ്കിലും നിന്നെ പോലുള്ളവളുമാരെ കാണുന്നത് എനിക്ക് കലിയ. അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞിനോട് അവന്റെ അച്ഛനാരെന്ന് പറഞ്ഞു കൊടുക്ക്. ഇതോടെ കേട്ടതോടെ നീലിമയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. വണ്ടി നിർത്ത്, അവൾ ഉറക്കെ പറഞ്ഞു. ഡ്രൈവർ കാർ ഒതുക്കി നിർത്തി. നീലിമ അശ്വിനെയും കൂട്ടി കാറിൽ നിന്നിറങ്ങി. ലഗേജുകൾ ഇറക്കി റോഡിൽ വെച്ച ശേഷം ബാഗിൽ നിന്ന് 100 രൂപ എടുത്ത് സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സഹായത്തിനും ലിഫ്റ്റ് തന്നതിനും എല്ലാം നന്ദി. പിന്നെ വലിയ പണക്കാരനായിട്ടൊന്നും കാര്യമില്ലടോ, സ്വഭാവം നന്നാവണം. നിങ്ങളെ ഞാൻ ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കട്ടെ. സിദ്ധാർത്ഥ അവളെ ദേഷ്യത്തിൽ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അയാൾ നോക്കി നിൽക്കെ തന്നെ നീലിമയും അശ്വിനും ഒരു ടാക്സിയിൽ കയറിപ്പോയി. അമ്മ എന്തിനാ ഡാഡിയോട് വഴക്കിട്ടത്? അശ്വിൻ ചോദിച്ചു. നീലിമ മറുപടി പറയാതെ അവനെ ചേർത്ത് പിടിച്ചു. സിദ്ധാർത്ഥ് അവർ കടന്നു പോകുന്നത് നോക്കി കാറിൽ തന്നെ ഇരുന്നു. സാധാരണ സിദ്ധാർത്ഥിനോട് ആരും എതിർത്ത് സംസാരിക്കാറില്ല. നീലിമ വല്ലാത്തൊരു പെണ്ണ് തന്നെയാണെന്ന് സിദ്ധാർത്ഥ് ആലോചിച്ചു. നമ്മൾ ഇനിയും കാണേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അന്നും ഈ സ്വഭാവമാണെങ്കിൽ നീ ഒരുപാട് കഷ്ടപ്പെടും ഡിയർ, സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. ടാക്സിക്കാർ മാധവിയം വീടിന്റെ മുന്നിൽ ചെന്ന് നിന്നു. നീലിമ കാറിൽ നിന്നിറങ്ങി. അവൾക്ക് ആ വീട്ടിലേക്ക് മടങ്ങി ചെല്ലാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഇതാണോ അമ്മ നമ്മുടെ വീട്? അശ്വിൻ ചോദിച്ചു. അതെ അച്ചു. ലഗേജ് എടുത്ത് നീലിമ അശ്വിനൊപ്പം നടന്നു. വീടിന്റെ മുന്നിൽ തന്നെ രണ്ടാനമ്മ സത്യഭാമ നിൽക്കുന്നുണ്ട്. ഓ, ഇവരാണല്ലോ കാണി. ഇനിയിപ്പോ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്? നീലിമ മനസ്സിൽ പറഞ്ഞു. സത്യഭാമ നീലിമയുടെ അരികിലേക്ക് വന്നു. മോളെ, എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് നീലിമയ്ക്ക് ഇത് കേട്ടപ്പോൾ അതിശയം തോന്നി. ആ, എന്താ സ്നേഹം, അമ്മയും മോളൊക്കെ അഭിനയിച്ച് തകർക്കുവാണല്ലോ. നീലിമ ചിന്തിച്ചു. മോളെന്തൊന്നും മിണ്ടാത്തത്? ഒന്നുമില്ല, ഞാൻ ഓരോന്നൊക്കെ ഓർക്കുമായിരുന്നു. എന്റെ മോൾ ഒരുപാട് ക്ഷീണിച്ചു പോയി, പാവം. അവർ നീലിമയുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അല്ല, എന്താ ഉദ്ദേശം? നീലിമ ചോദിച്ചു. സത്യഭാമ കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി. അല്ല, നിങ്ങളൊക്കെ എന്തിനാ അഭിനയിക്കുന്നത്? ചെറിയമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, പിന്നെന്താ പെട്ടെന്നൊരു സ്നേഹം? സത്യഭാമയുടെ മുഖം വിളറി. ഹാളിൽ നിന്ന് അപ്പോൾ മാധവിയും വാസുദേവനും അവിടേക്ക് വന്നു. മോളെ, മാധവി സ്നേഹത്തോടെ വിളിച്ചു. നീലിമ അവരെ നോക്കി. മാധവി വല്ലാതെ ക്ഷീണിച്ചിരുന്നുവെന്ന് അവൾക്ക് തോന്നി. അവൾ ഓടിച്ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. വല്ലാതെ ക്ഷീണിച്ചല്ലോ മോളെ നീ, മുത്തശ്ശി അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു. നല്ല സുഖമായിരുന്നില്ലേ മുത്തശ്ശി? അതാ, നീലിമ സത്യഭാമയും വാസുദേവനെയും നോക്കി അർത്ഥം വെച്ച് പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് അഞ്ജലിയും ആദ്യം കടന്നു വന്നു. നിന്റെ സ്വഭാവം നേരെയാവാനാ വിദേശത്ത് വിട്ടത്, എന്നിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ? വാസുദേവൻ ചോദിച്ചു. വിദേശത്തേക്ക് അയച്ച സ്വഭാവം നന്നാവെങ്കിൽ അച്ഛന്റെ പുന്നാര മോളെ അയക്കേണ്ടത് എന്നെ അല്ല. വന്നു കയറിയതും തുടങ്ങിയോ നീ? നാശം, വാസുദേവൻ പറഞ്ഞു. അച്ഛാ മതി, ചേച്ചി കുറെ കാലത്തിന് ശേഷം വരുന്നതല്ലേ, വഴക്കൊന്നും പറയണ്ട. ചേച്ചിയും മോനെയും അകത്തേക്ക് വിളിക്ക്, അഞ്ജലി പറഞ്ഞു. സത്യത്തിൽ വാസുദേവൻ അതുവരെ അശ്വിനെ കണ്ടില്ലായിരുന്നു. അശ്വിൻ വരാന്തയിൽ കൗതുകത്തോടെ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. മോനോ? അല്ല, ഏതേ കുട്ടി? അച്ഛന് മനസ്സിലായില്ലേ, ചേച്ചിയുടെ മോനാ, അഞ്ജലി പറഞ്ഞു. നീലിമ, എന്താ ഇതൊക്കെ? ഇവിടെ പറയുന്ന സത്യമാണോ? ഈ കുട്ടി നിന്റെ മോനാണോ? വാസുദേവൻ ചോദിച്ചു. അതെ, എന്റെ മോനാവൻ, അശ്വിൻ എന്ന പേര്. അപ്പോ നിന്റെ കല്യാണം കഴിഞ്ഞോ? സത്യഭാമ ചോദിച്ചു. നീലിമ മറുപടി പറഞ്ഞില്ല. പുച്ഛത്തോടെ അവരെ നോക്കുക മാത്രം ചെയ്തു. നീലിമ, നിന്നെ മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത്. ഈ കുട്ടിപ്പിശാചിനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല, വാസുദേവൻ പറഞ്ഞു. അശ്വിൻ ഇതെല്ലാം കേട്ട് ഭയന്ന് നിൽക്കുകയാണ്. അച്ഛനത് എന്തൊക്കെയായി പറയുന്നേ? ഈ പയ്യൻ അച്ഛന്റെ പേരക്കുട്ടിയാ.
അഞ്ജലി പറഞ്ഞു. അവൾ എന്തിനാണ് തന്റെ പക്ഷം പറയുന്നതെന്ന് നീലിമ ആലോചിച്ചു. ഇവനെ ഒരു കാലത്ത് ഞാൻ എന്റെ പേരക്കുട്ടിയായി അംഗീകരിക്കില്ല. നിങ്ങളുടെ അംഗീകാരം കിട്ടാനല്ല ഞാൻ വന്നത്. എന്റെ മുത്തശ്ശിയെ കാണാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവനും ഇവിടെ കാണും, നീലിമ ഉറപ്പിച്ചു പറഞ്ഞു. വാസുദേവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. നീലിമയ്ക്കൊപ്പം ഒരു കുട്ടിയെ കണ്ടാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നയാൾ ചിന്തിച്ചു. അയാൾ കൂടുതൽ പറയുന്നതിന് മുൻപേ മാധവി ഇടപെട്ടു. വാസുദേവ, മതി. അവള് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഒന്ന് വിശ്രമിക്കട്ടെ. ചോദ്യം ചെയ്യലൊക്കെ പിന്നെ ആവാം. വാസുദേവൻ അത് കേട്ട് ദേഷ്യത്തിൽ മുറിയിലേക്ക് പോയി. നീലിമയും അശ്വിനും മാധവിയുടെ കൂടെ അകത്തേക്ക് നടന്നു. അന്ന് വൈകുന്നേരം മുറിക്ക് പുറത്തുള്ള ഗാർഡനിൽ നിൽക്കുകയായിരുന്നു നീലിമ. അശ്വിനെയും കൂട്ടി അവിടേക്ക് വന്നത് തെറ്റായി പോയി എന്ന് അവൾക്ക് തോന്നി. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലെത്തിയ സന്തോഷമൊന്നും മുഖത്തില്ലായിരുന്നു. എത്രയും വേഗം തിരിച്ചു പോകണമെന്ന് അവൾ ആലോചിച്ചു. അപ്പോഴാണ് ആദി അവിടേക്ക് വരുന്നത്. അവനെ കണ്ടപ്പോൾ നീലിമ മുഖം തിരിച്ചു. നീലിമ, ആദി വിളിച്ചു. ഇനി നിനക്ക് എന്താ വേണ്ടത്? ഓരോരുത്തരും അഭിനയിച്ച് തകർക്കുക. നീയും അതിനാണോ വന്നത്? എന്തിനാ എല്ലാവരും എന്നിങ്ങനെ പിന്നാലെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നേ? ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നൊന്നുമല്ല. എനിക്കൊരു കാര്യം അറിയണം. എന്ത് കാര്യം? ആദിയുടെ അപ്പോഴത്തെ സ്വഭാവമാറ്റം എന്തുകൊണ്ടാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. നിനക്കെന്താ അഞ്ജലിയോട് ഇത്ര ദേഷ്യം? അവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ആദി ചോദിച്ചു. ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനെല്ലാം ചെയ്തത്. പോരെ? നീലിമ വെറുപ്പോട് പറഞ്ഞു. നോക്ക് നീലിമ, നീ എന്നെ ഒരിക്കൽ ചതിച്ചവളാണ്. ഞാൻ എന്നിട്ടും നിന്നോട് മര്യാദയ്ക്ക് ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് സത്യം അറിയണം. അഞ്ജലി നീയുമായി എന്താ ശരിക്കും പ്രശ്നം? ആദിയോട് ഇനിയൊന്നും സംസാരിക്കാനില്ല എന്ന ഭാവത്തിൽ നീലിമ പറഞ്ഞു. ഒരു പ്രശ്നമില്ല. പോരെ? പോരാ, എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. അന്ന് എന്താ നടന്നത്? അഞ്ജലിക്ക് അതിലെന്തെങ്കിലും പങ്കുണ്ടോ? ആദി ചോദിച്ചു. നോക്കാതി, നീ ഇനി സത്യം അറിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ അനുഭവിച്ചൊന്നും ഇല്ലാതാവില്ലല്ലോ. സോ എനിക്ക് ആ വിഷയം സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. നീലിമ പ്ലീസ്. ആദി, അന്ന് ഞാൻ ആ സിറ്റുവേഷനിൽ നിന്നപ്പോ നീ എന്നോട് എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടല്ലോ. എന്നെ കുട്ടിക്കാലം മുതൽ അറിയാവുന്നല്ലേ നിനക്ക്. എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ല. വേറെ ആര് തള്ളി പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. പക്ഷെ നീ ആ സിറ്റുവേഷനിൽ കൂടെ നിൽക്കാത്ത ആരും ഇനി എന്നെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. സോ എന്നെ വിട്ടേക്ക്. എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല. അവൻ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയോടെ നീലിമ ആദിയെ നോക്കി. യഥാർത്ഥത്തിൽ അന്ന് എന്താ സംഭവിച്ചത്? നിന്നെ ആരെങ്കിലും ട്രാപ്പിലാക്കിയതാണോ? ആദി ചോദിച്ചു.